ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു ജംസ്യൂട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ടോപ്പ് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോൾഡർ 5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ആം ഹോളും സെയിം 5 ഇഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് വന്നിട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ വേസ്റ്റ് 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മാർക്ക് ചെയ്ത പോയിൻറ്റുകളൊക്കെ യോജിപ്പിച്ചെടുക്കാം. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ശരിക്കും കണ്ടാൽ മതിട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. ചോക്കില്ലാത്തതുകൊണ്ട് ക്രയോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ അത് മാർക്ക് ചെയ്തത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രസ്സ് കോട്ടണിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്താ പറയുക, സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് വരുന്നുണ്ട്. കോട്ടണിലൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമുക്കൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഡ്രസ്സ് 8-9 ഏജിലുള്ള കുട്ടികൾക്കുള്ള മെഷർമെൻറ്റിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ട്രാപ്പിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 11 ഇഞ്ച് വിഡ്ത്തിലും 29 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ടോപ്പ് പാർട്ട് ഒന്ന് മേലെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം സെയിം അളവിൽ. പിന്നെ നമ്മൾ ആ എടുത്ത അളവിൽ നിന്ന് താഴോട്ട് ക്രോച്ച് ഏരിയ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇപ്പുറത്തോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ബോട്ടം റൗണ്ട് 10 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മാർക്ക് ചെയ്തെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 ക്രോസ് പീസ് വേണം. പിന്നെ നമ്മളെ ആം ഹോൾ സ്റ്റിച്ച് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. അത് കട്ട് ചെയ്തെടുക്കുക. അത് ആം ഹോളിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്താൽ മതി. ആദ്യം തന്നെ ടോപ്പ് പാർട്ടിൻ്റെ ബാക്ക് വശവും ഫ്രണ്ട് വശവും ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സ്ട്രാപ്പ് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ 1-2 കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ എന്തായാലും അടുത്ത് തന്നെ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം നെക്ക് ലൈന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2.5 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് നീളത്തിലും 2 സ്ട്രാപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മളത് മറിച്ചെടുക്കണം.
അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ആം ഹോളിൻ്റെ മേലെ സ്ട്രാപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല വശം ഉള്ളിലോട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ടോപ്പ് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ബോട്ടം പാർട്ട് നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ക്രോച്ച് ഏരിയ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ ബോട്ടം റൗണ്ട് നമുക്ക് ഉള്ളിലോട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അവരളവെടുത്തിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് സൈഡ് ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം, രണ്ട് സൈഡായിട്ട്. വീഡിയോയിൽ ശരിക്കും ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ പാൻറ്റിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യൂലേ, ആ ഒരു ഇതിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്ററിലെത്തുമ്പോൾ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് സ്റ്റിച്ചൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശവും ബോട്ടം പാർട്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് ഇതുപോലെ ഉള്ളിലോട്ട് അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബോട്ടം പാർട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് പിന്നെ നമുക്കൊരു സ്ട്രാപ്പ് പിടിപ്പിച്ച് കൊടുക്കണം. അതിനായിട്ടൊരു 2.5 ഇഞ്ച് വീതിയിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മൾ റൗണ്ട് നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു ഭാഗത്ത് റൗണ്ടിൻ്റെ അളവെടുത്തിട്ട് ആ അളവിനെ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കുക. ആ ഒരളവിനെക്കാട്ടിൽ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബോട്ടം പാർട്ടിൻ്റെ മേലെ വശം പിന്നെ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. നമ്മൾ ആ ഒരു ഭാഗത്തൊരു വള്ളി പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലിയർ ആവുന്നില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലാസ്റ്റത്തെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ ആ ഒരു അരഭാഗത്തായിട്ട് വള്ളി കെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
അങ്ങനെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിലോട്ട് അതൊരു പിന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ഫുള്ളായിട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കത് സെൻറ്ററിൽ കട്ടാം. ഇനി അതിൻ്റെ ആ ഒരു വള്ളീൻ്റെ തുമ്പത്തായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ക്ലോത്ത് ഒരു കോണായിട്ട് എന്താ പറയുക സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് വലിച്ചെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ.